മെയ് 25, 2017 ജോർജിയയിലെ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നിക്കോള ഗോഡ്സ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ 42 വയസ്സുകാരിയാണ്. അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. 2-3 ആഴ്ചയായി അവർക്ക് അതികഠിനമായിട്ടുള്ള തലവേദനയുണ്ട്, ഹെഡേക്ക്. അവരുടെ കൗച്ചിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കുകയാണ്. ജോലിക്ക് പോകുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആ കൗച്ച് ലിവിംഗ് റൂമിലെ കൗച്ചാണ്. അവരവിടെ എഴുന്നേൽക്കുന്നത് ഒന്നെങ്കിൽ കഴിക്കാനായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാനായിട്ട്, ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. വേറെ ഒന്നും അവർക്ക് ഓർമ്മയില്ല, എങ്ങനെ ഈ ഒരു തലവേദന തുടങ്ങിയെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് അറിയാം. ഒരു കാര്യം അവൾക്ക് ഓർമ്മയുള്ളത്, 3 ആഴ്ചയ്ക്ക് മുമ്പേ ചെറിയൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചു. ഈ ഒരു മൈനറായിട്ടുള്ള കാർ ആക്സിഡന്റ് ആണ്, ചെറുതായിട്ട് തട്ടി. എന്നിട്ട് അതിന്റെ സൈഡ് ഗ്ലാസ് പൊട്ടിയിട്ട് ചെറിയൊരു ചീൾ ഇവിടെ തറച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉരഞ്ഞു പോകാനൊക്കെയാണ്, എന്തോ ഒരു ഇഞ്ചറി അവിടെ ഉണ്ട്. അത് മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു വേദനയാണ്, പക്ഷെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അവൾ ഒരു ഐസ് പാക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സംഭവം ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഇതിപ്പോൾ 3-ാമത്തെ ആഴ്ചയാണ്. ഇതുവരെയും ആ ഒരു വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ മരുന്നുകളൊക്കെ കഴിക്കുന്നു, പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. അവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ടും എന്തുകൊണ്ടോ മനസ്സ് വരുന്നില്ല. മാക്സിമം തനിയെ റെസ്റ്റ് എടുത്തിട്ട് മാറ്റി എടുക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് അവൾ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാരണത്തിലും അത് മാറുന്നില്ല. അങ്ങനെ എനിക്ക് അവളുടെ ബാക്ക് ഡോറിൽ തുറക്കാൻ സൗണ്ട് കേൾക്കുന്നത്. അപ്പം വരുന്നത് ജൊറാൻഡെ എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഇവളുടെ ബോയ് ഫ്രണ്ടാണ്. ഏകദേശം ഒരു 5 years ആയെന്ന് തോന്നുന്നു അവര് അടുപ്പത്തിലായിട്ട്. അങ്ങനെ അയാൾ വരുന്നു. അയാൾ ഗ്രോസറീസ് ഒക്കെ ഉണ്ട്, കയ്യിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം ഇവിടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അവൾ പറയാനില്ല, വേദന കുറവില്ല. അപ്പം അയാൾ അകത്തേക്ക് പോയതിനു ശേഷം കുറച്ച് ബ്രൂഫിൻ എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലറുണ്ട്, അതുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നു. അത് കണക്ക് വെള്ളം. അവള് വീണ്ടും പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് അടിക്കുകയാണ്. ഇവരിത് കഴിച്ചതിന് ശേഷം ഇവർ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കിടക്കാൻ പോകുന്ന ടൈമിൽ വീണ്ടും ഫ്രണ്ട് ഡോറിൽ ആരോ നോക്ക് ചെയ്ത് സൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെ ജൊറാൻഡെ ചെന്നിട്ട് കതവ് തുറന്നില്ല, ജസ്റ്റ് ആ കർട്ടൻ ആ ബ്ലെൻഡ് ഒന്ന് പൊക്കി നോക്കിയ സമയത്ത് അത് ഇവളുടെ ഫ്രണ്ടാണ് അലീഷ. അലീഷ എന്ന് പറയുന്നത് നിക്കോളയുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഏകദേശം 10-20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നെയ്ബറായിരുന്നു. പിന്നീട് അത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമില്ല എങ്കിൽ ടെക്സ്റ്റ് ചെയ്യും, കോൾ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള ബന്ധം ഇല്ലാത്തതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജൊറാൻഡെയുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് പറയാം. അതിന് മുമ്പായിട്ട് ഇപ്പം ജൊറാൻഡെ കാണിയാണ് അത് അലീഷയാണെന്നുള്ളത്. അപ്പം വീണ്ടും നിക്കോള എടുത്ത് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം, അലീഷയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിക്കോള പറയുകയാണ്, വേണ്ട, എനിക്കിപ്പം ആരെയും കാണണ്ട, കാരണം അത്രയ്ക്ക് നല്ല പെയിനുണ്ട്. ഈ അലീഷ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഫുൾ ഓഫ് എനർജിയാണ്. ചില ആളുകൾ നമുക്കറിയാം, സംസാരിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജി നമ്മളിലേക്ക് വരുന്നതാണ് തോന്നുന്നത്. അപ്പം അങ്ങനൊരു പുള്ളിക്കാരിയാണ് അലീഷ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അത്ര എനർജി താങ്ങാനുള്ള ശേഷി എനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിക്കോള പറയുകയാണ്, വേണ്ട, എനിക്ക് റെസ്റ്റ് എടുക്കണം, അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അലീഷ വിടുന്നില്ല. അലീഷ അവിടെ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ സൈലന്റ് ആക്കുന്നുണ്ട്. പക്ഷെ അവൾക്കറിയാം അകത്തുണ്ടെന്ന്, നിക്കോള അകത്തുണ്ടെന്ന് അലീഷയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പോകുന്നതുമില്ല. അങ്ങനെ അവൾ പറയാ, എനിക്ക് വയ്യ, മതി, മട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ കൗച്ചിന് എഴുന്നേറ്റിട്ട് ബെഡ്റൂമിലേക്ക് പോയി കിടക്കാൻ പോകണം. പക്ഷെ ബെഡ്റൂമിലേക്ക് പോയി, ബെഡ്റൂം എന്ന് പറയുന്നത് അവളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരും. ഓക്കെ, ആ വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് ആ ബെഡ്റൂമിന്റെ സൈഡ് വരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ആ കർട്ടന്റെ ബ്ലിൻഡ് അത് പൊക്കി നോക്കുന്ന സമയത്ത് അലീഷ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ട് നോക്കുവാണ്. ഓക്കെ, ഇത് കണ്ടത് കഴിഞ്ഞു, അത് നേരിട്ട് കണ്ടു എന്നുള്ളത് ഇത് വന്നു. അപ്പോൾ അത് കാര്യമാക്കുന്നില്ല, നേരെ ഒരു കട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പം അലീഷ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടു, കഥ പറ. വീണ്ടും ഫോണിൽ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഫോണൊക്കെ സൈലന്റ് ആക്കി വെച്ചിട്ട് കിടക്കുകയാണ്. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പം അലീഷ പോയിട്ടുണ്ട്, ജൊറാൻഡയും പോയിട്ടുണ്ട്. ജൊറാൻഡെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നും വരില്ല, ജസ്റ്റ് അവളുടെ ഒരു വെൽഫെയർ ഒക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പോത്തതേ ഉള്ളൂ. അതിനും അധികം നേരം അവിടെ നിൽക്കത്തില്ല. പിന്നെ നിക്കോള അലീഷയുമായിട്ട് ഒന്ന് അകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം, ഏകദേശം 5 years ആയി. അതായത് ഈ ജൊറാൻഡെ ഇവളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ്. കാരണം ഈ സമയത്ത് അലീഷ പറയുന്നുണ്ട് ഇവനാൾ അത്ര ശരിയല്ല, അങ്ങനെ പല കാരണങ്ങളൊക്കെ പറയുന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവള് ഇപ്പം അവളെയും കൂടെ വിളിച്ച് ഇങ്ങോട്ട് കയറണ്ട. പിന്നെ ജൊറാൻഡെയുമായിട്ട് എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന കഴിഞ്ഞിട്ടും കൂടാണ് വരണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ 3 ആഴ്ച എന്നുള്ളത് 4 ആഴ്ചയായി, 5 ആഴ്ചയായി. 5-ാമത്തെ ആഴ്ച ഒരു ദിവസം ജൊറാൻഡെ കയറി വരികയാണ്. ബാക്കിലെ ഡോർ വഴിയാണ് വരുന്നത്. കാരണം ഫ്രണ്ടിലത്തെ ഡോർ അവൾ അടച്ചേക്കുകയായിരിക്കും. ഫുൾ അങ്ങ് ഇരുട്ടാക്കിയ ആ ഒരു സെറ്റപ്പിലാണ് അവിടെ കിടക്കുന്നത്. കാരണം അതിന് മാത്രം തലവേദനയാണ്, പെട്ടെന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കും.
അങ്ങനെ ജൊറാൻ്റെ എന്താ പറയുക കഥമൊക്കെ തുറന്നിട്ടാണ് കയറി വരുന്നത്. കയറി വന്നതിന് ശേഷം ഇവിടെ ഒരു നോട്ടം നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ജൊറാൻഡയുടെ വിചാരം ഇവളെന്തോ മടിച്ചു ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ ലേസ്നെസ് കൊണ്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, അവളുടെ അഭിനയമാണെന്നാണ് ജൊറാൻഡെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവൾക്ക് ശക്തമായിട്ടുള്ള തലവേദനയുണ്ട്. പക്ഷെ എന്താ പറയുക, ആർക്കാണെങ്കിലും ഇത്രയും നാളൊക്കെ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകാതിരിക്കുമ്പോഴാണെങ്കിലും അതിത് വരും. ജൊറാൻഡെ വന്നിട്ട് അവളുടെ നോട്ടം നോക്കുവാണ്. ഈ ഒരു നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി, ഓക്കെ എന്തോ മറ്റേ ഇയാൾ തന്നെ എന്താ പറയുക ആ രീതിയിൽ കൂടെ നോക്കുന്നു എന്നുള്ള രീതിയിൽ കൂടെ അവൾ പറയാണ് വിയർക്ക ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ കൂടെ അവൾ സംസാരിക്കണം. അങ്ങനെ എന്താ പറയുക ജൊറാൻ്റെയും ഈ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവന് ഇറങ്ങിപ്പോയി. അവൾ പറയാം ഓ താങ്ക് ഗോഡ് ശല്യം ഒഴിഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവൾ വരുന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് അലീഷയെ വിളിക്കുകയാണ്. അപ്പൊ അലീഷ ഇത്ര നാളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുമായിട്ട് ടെക്സ്റ്റിലും അതെനിക്ക് കോളിലും മാത്രമേ പരിചയമുള്ളൂ ഈ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം. പിന്നെ നേരിട്ടവിടെ വന്നെങ്കിൽ അവിടെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ തിരിച്ച് വിളിക്കുകയാണ്. അങ്ങനെ അലീഷ അവിടെ വരികയാണ്. അലീഷ അവിടെ വന്നു, കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അലീഷയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ വല്ലാത്ത അന്തരീക്ഷം, എല്ലായിടവും ഡാർക്ക്, ജനലെല്ലാം അടച്ചേക്കുന്നു, എല്ലായിടവും കർട്ടൻ ബ്ലെൻഡ് താത്തിയേക്കുന്നു. അപ്പം ഫുൾ ഇരുട്ടാണ്, മൊത്തത്തിൽ ഇരുട്ടാണ്. ഐസ് പാക്കൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അങ്ങനെ അവിടെ കസേര വന്നിരുന്നു, കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ് നിനക്ക് പറ്റിയത്. അപ്പോൾ അവൾ പറഞ്ഞത് 3 ആഴ്ച മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റ് എനിക്ക് പറ്റി. അപ്പം അവിടെ നിന്ന് പറ്റിയ ഇഞ്ചുറിയാണിത്. അപ്പോൾ ഇഞ്ചുറി നോക്കിയപ്പോഴൊന്നും അലീഷയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അതൊന്നും ചെറിയൊരു ഇഞ്ചുറിയാണ്, അതുകൊണ്ട് ഇത്രയും തലവേദന വരുമെന്നും തോന്നുന്നില്ല. പക്ഷേ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ അലീഷ പറയാണ് ഓക്കെ മതി, നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇത് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ നിക്കോളയും വിളിച്ചുകൊണ്ട് കാറിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ എമർജൻസി ഒരു റൂമിലേക്ക് കൊണ്ട് കയറ്റുവാണ്. അവർ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഇഞ്ചുറി ഉണ്ട്, അത് 5 ആഴ്ച മുമ്പ് നടന്ന ഒരു ആക്സിഡൻറ്റാന്ന് പറഞ്ഞു. എന്നാൽ ആ ഇഞ്ചുറി നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക ഇൻഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ടുള്ള ഇഞ്ചുറി, തലവേദനയ്ക്ക് കാരണമായിട്ടുള്ള ഇഞ്ചുറിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, അവൾ മറ്റേ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാറുണ്ടോ, ഉറക്കമൊക്കെ ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും അസ്വാഭാവികമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത്രയും എന്താ പറയുക ഒരു 5 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന, അതായത് വർക്കിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ നീണ്ടു നിൽക്കുന്ന തലവേദന ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത് സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം അത് മറ്റേ സ്കാൻ ചെയ്യാൻ വേണ്ടി വിട്ടു. അങ്ങനെ തലയുടെ സ്കാൻ ചെയ്യാണ്, പല ടൈപ്പിലുള്ള സ്കാനുകളൊക്കെ എടുക്കുകയാണ്, ഇമേജ് ഡയഗ്നോസിസ് നടത്തിയതിന് ശേഷം. അപ്പം ഇവിടെ അപ്പോഴത്തേക്കും റൂമിലേക്ക് മാറ്റിയായിരുന്നു. അങ്ങനെ നിക്കോള വിചാരിക്കുകയാണ് ഓക്കെ എന്തായാലും ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും നോക്കിക്കോളും എന്ന് കരുതിയിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് തലയായിക്കുന്ന സമയത്താണ് കുറേ ആളുകൾ ഡോറെല്ലാം തുറന്ന് നടത്തിക്കൊണ്ട് ഓടി വരുന്നത്. അങ്ങനത്തെ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉണ്ട്. അതിൻ്റെ നടുക്ക് ഒരാൾ സ്യൂട്ടിൽ ഉള്ള ഒരാൾ കയറി വരികയാണ്, ഫ്രണ്ടിലോട്ട് കയറി വരികയാണ്. അദ്ദേഹം ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ്, അത് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അദ്ദേഹം ഒരു സ്കാൻ എടുത്ത് അവളുടെ മുമ്പിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു കാര്യം പോയിന്റ് ചെയ്ത് കാണിച്ചു. അദ്ദേഹം എന്താണ് ആ കാണിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 വീക്സ് പുറകോട്ട് പോകണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ ആയിരിക്കും വിത്ത് എവിഡൻസ്. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. 5 ആഴ്ചക്ക് മുമ്പ് ഇവരൊരു പാർട്ടിക്ക് പോവുകയാണ്. അതായത് നിക്കോളയും ജൊറാൻ്റെയും കൂടെ ഒരു പാർട്ടിക്ക് പോവുകയാണ്. ഈ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ഈ ജൊറാൻ്റെ വേറെ പെണ്ണുങ്ങളുമായിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഫ്ലർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആർഗ്യുമെൻ്റായി. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര തർക്കം കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഇവൻ എന്ത് ചെയ്യുക, ജൊറാൻ്റെ പറയുകയാണ് ഓക്കെ നമുക്ക് ഇതോടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാം അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അവരുടെ വീട്ടിലുള്ള ഇവൻ്റെ സാധനങ്ങളെല്ലാം ഇവൻ പറക്കുവാണ്. അകത്തുള്ള സാധനങ്ങളെല്ലാം പറക്കിയതിനു ശേഷം വെളിയിറങ്ങിയിട്ട് ഇവളുടെ കാറുണ്ടല്ലോ, ഈ നിക്കോളയുടെ കാറിനകത്തോട്ട് കയറുകയാണ്. പാസഞ്ചർ സീറ്റിലോട്ടാണ് കയറുന്നത്. അതിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട്, ഇവൻ്റെ സാധനങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ റിഫ്ലക്സ് എന്നുള്ള രീതിയിൽ കൂടെ ഇവളെന്ത് ചെയ്തു, ചാടി കയറി ഡ്രൈവർ സീറ്റിലിരുന്നു. കാരണം ആ ഒരു ഗ്രഡ്ജ് വെച്ചതിന് ശേഷം ഇവൻ ആ വണ്ടിക്കകത്ത് എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തത്. ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ആ സാധനമെല്ലാം പറക്കിയെടുത്തു. സാധനമെല്ലാം പറക്കിയെടുത്തതിന് ശേഷം ഇവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവൻ്റെ വണ്ടിയിലോട്ട് ആ സാധനമെല്ലാം കൊണ്ട് വെക്കുകയാണ്. ഇവൻ്റെ വണ്ടി കിടക്കുന്നത് അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലാണ്, അതായത് റോഡിലോട്ട് നോക്കിയിട്ടാണ് കിടക്കുന്നത്. അവളുടെ വണ്ടിയോടെ കിടക്കുന്നു, തൊട്ട് ഫ്രണ്ടിൽ അവൻ്റെ വണ്ടി, അങ്ങോട്ട് റോഡ്. അങ്ങനെ അവൻ്റെ വണ്ടിക്കകത്ത് സാധനമെല്ലാം കൊണ്ട് വെക്കുകയാണ്. കയറി ഡ്രൈവർ സീറ്റിലിരുന്നു. പക്ഷെ ഇവൻ വണ്ടി എടുക്കുന്നില്ല. ഇവൻ അവിടെ എന്താ പറയുക വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് അത് കണ്ടിട്ട് ദേഷ്യം വന്നു. അങ്ങനെ ഇവൾ എന്ത് ചെയ്തു,
ഇവളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ കൊണ്ടുവന്ന് അവൻ്റെ വണ്ടിയുടെ പുറകോട്ട് ഇടിക്കുകയാണ്. വലിയ സ്പീഡൊന്നുമില്ല, ചെറിയ സ്പീഡിൽ കൂടെ തട്ടിയാണ്. അതായത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് എനിക്കിവിടെ കാണണ്ടെന്നുള്ള രീതിയിൽ കൂടെ ആ ഒരു രീതിയിൽ കൊണ്ട് തട്ടിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവള് ഇടിച്ചതിന് ശേഷം ബാക്കിലോട്ട് നേരത്തെ കടന്ന പൊസിഷനിലോട്ട് കാർ കൊണ്ടിട്ടു. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, വണ്ടി റിവേഴ്സ് ഗിയറിൽ ടെൻഷൻ നല്ല സ്പീഡിൽ കൊണ്ടുവച്ച് ഇവരുടെ വണ്ടിക്ക് അത് പിടിക്കുകയാണ്. ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ച് ഇടിക്കുകയാണ് അവൻ്റെ വണ്ടിയുടെ ബാക്കിൽ. നല്ല ഇടിയായിരുന്നു. ഇടിയുടെ ആ കാലത്തിൽ ഇവരുടെ വണ്ടി ചെന്നിട്ട് അവിടെ ഫെൻസ് വരെ തകർത്ത് കുറച്ച് ബാക്കിലോട്ട് പോയി. കാരണം നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കൊണ്ടുവച്ച് ഇടിച്ചത്. അങ്ങനെ എൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു സൈഡിൽ. അപ്പൊ ഇതാണ് ഇവൾക്ക് അറിയാവുന്നത്. എന്തൊരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രമേ ഇവൾക്ക് അറിയാവുള്ളൂ. അല്ലാണ്ട് എന്താ പറ്റിയെന്നുള്ളതൊന്നും വ്യക്തമല്ല. അവിടെ കാര്യങ്ങൾ മാത്രമേ അവൾക്ക് അറിയാവുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന ഇതല്ല. ഇവിടെ വളരെ വ്യൂസമായിട്ടുള്ള വേറൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി വന്ന് ഇടിച്ചല്ലോ, അവളുടെ വണ്ടിക്കകത്തോട്ട് കൊണ്ടുവച്ച് ഇടിക്കുക മാത്രമല്ല ജൊറാൻഡെ ചെയ്തത്. അതിനുശേഷം അവൻ ആ വണ്ടി നിറങ്ങി വന്നിട്ട് അവളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് വെടിവെക്കുക, ഡ്രൈവർ സൈഡിൽ നിന്ന് വെടിവെക്കുകയാണ്. പക്ഷെ അവൾ മരിച്ചില്ല എന്നുള്ളതാണ്. മരിച്ചില്ല, പക്ഷെ മെമ്മറി ലോസ് സംഭവിച്ചു. ഈ ഒരു കേസിൽ മാത്രമല്ല, പല കേസുകളിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഷെല്ലൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ ഒരു ചികളൊക്കെ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരിക്കില്ല, ഈ പറഞ്ഞതുപോലെ ഭയങ്കരമാതിരി പെയിൻ, അവരുടെ ജീവിതാവസാനം വരെ അങ്ങനെയൊക്കെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറി ലോസ് സംഭവിക്കാം. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ നിക്കോളയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ആ ഡിറ്റക്റ്റീവ് എടുത്ത് കാണിക്കുന്നത് അതാണ്, അവളുടെ ആ ബ്രെയിനകത്തുള്ള ബുള്ളറ്റാണ്, അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് ജൊറാൻഡെയാണ് ഇവളെ വെടിവെച്ചതെന്നുള്ളത്. പക്ഷെ അവൻ മുങ്ങി. ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ മുങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് പോലീസിന് അവനെ പിടിക്കാൻ സാധിച്ചത്. ഏതോ ഒരു സ്ഥലത്ത് മച്ചിന്റെ മുകളിലൊക്കെയാണ് അവൻ കഴിച്ചു കൂടിയത്. പല ചാർജുകൾ ചുമത്തി അവൻ 25 വർഷത്തേക്കാണ് കോടതി ശിക്ഷിച്ചത്. നിക്കോളയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുള്ളറ്റ് തലേന്ന് എടുക്കാൻ പറ്റത്തില്ല. കാരണം ആ ബ്രെയിൻ കാരണം 4-5 ആഴ്ച കഴിഞ്ഞില്ലേ, ആ ബ്രെയിൻ എന്ത് ചെയ്തു, അതുമായിട്ട് സെറ്റായി. ആ സെല്ലെല്ലാം എന്നോട് ചേർന്നൊരു ലെയർ അങ്ങ് ഫോം ചെയ്തു. പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ അവൾ മരിക്കും. ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. ജീവിതാവസാനം വരെ അത് അകത്ത് തന്നെ ഇരിക്കും. ആ ഒരു രീതിയിൽ കൂടെ അത് വേറെയും പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഷെല്ലൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ഒരു പട്ടാളക്കാരൊക്കെ അത് തലയിൽ തന്നെ ഇരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല. ചിലത് സെറ്റ് ആയില്ലെങ്കിൽ കൂടി ആ ഒരു പൊസിഷൻ വെച്ചതിന് ശേഷം അത് എടുത്തു കഴിഞ്ഞാൽ അത് തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് കഥ.